മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പാലക്കാട് കരോൾ സംഘത്തിന് നേരെ ആക്രമണം എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വ്യാപക പ്രചരണമാണ് ഇവിടെയുള്ള സകല മോദി വിരുദ്ധരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ മോദിയുടെ തലയിലേക്ക്, ഭാരതീയ ജനതാ പാർട്ടിയുടെ തലയിലേക്കാണ് വെക്കാൻ ശ്രമിക്കുന്നത്. നമുക്കിതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്ന് നിഷ്പക്ഷമായിട്ട് തന്നെ പരിശോധിക്കാം. അതിന് നമ്മൾ ആദ്യം തന്നെ പാലക്കാട് ബിഷപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് എന്നൊന്ന് പരിശോധിക്കാം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. പാലക്കാട് ജില്ലയിലെ കുരുടിക്കാട് ഭാഗത്ത് വെച്ച് ഒരു കരോൾ സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യമുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു റെസ്പോൺസ് പറയുക, ഒരു പ്രതികരണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം പ്രസക്തമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആരാണ് കരോൾ നടത്തിയതെന്നോ പള്ളിയിൽ നിന്നുള്ളൊരു കരോളാണ് പോയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ പള്ളിക്കാർ തരുമായിരുന്നു. നമ്മളിങ്ങനെ പള്ളിയിൽ നിന്ന് പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്നറിയും. പക്ഷെ എന്നോട് അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് പള്ളിക്കാരുമല്ല, പാലക്കാട് രൂപതയിൽപ്പെട്ട പള്ളികളിൽ നിന്നും അല്ല ഇത് പോയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയായിരുന്നു എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. നിങ്ങൾ കേട്ടില്ലേ, പാലക്കാട് ബിഷപ്പാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. പള്ളിയുടെ യാതൊരു അറിവുമില്ലാതെയാണ് ഈ കരോൾ നടന്നത് എന്ന്. അതായത് പള്ളിക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പാലക്കാട് ബിഷപ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. നമുക്കറിയാം, കരോൾ സംഘം, കരോള് എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ഭക്തിസാന്ദ്രമായി, പവിത്രമായി, പുണ്യമായിട്ടാണ് ക്രിസ്ത്യൻ മതവിശ്വാസികളും അതേപോലെ തന്നെ ഈ രാജ്യത്തെ മറ്റെല്ലാ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളും ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ആ കരോളിലേക്കാണ് ആക്രമണം നടത്തിയെന്ന് ഇവിടെ വ്യാപക പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുന്നവർക്ക് വളരെ വലിയ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് ബോധമുള്ള സകല മലയാളികളും ആദ്യം തന്നെ തിരിച്ചറിയുക. നമ്മുടെ കേരളത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി വളരുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൽ പോലും വലിയ രീതിയിൽ ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അടുക്കുന്നു, മോദിയിലേക്ക് അടുക്കുന്നു എന്ന് വളരെ വലിയ രീതിയിൽ കേരളത്തിൽ എല്ലാ ആളുകളും, എതിർ പാർട്ടികൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതാണ്. അതിന്റെ കടക്കൽ ഒരു കത്തി വെക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം ആസൂത്രിതമായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അതിന്റെ മറ്റൊരു തെളിവാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ബാൻഡിൽ എഴുതിയിട്ടുള്ളത്, അതായത് കരോൾ സംഘത്തിന്റെ ബാൻഡിൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന സംഘത്തിന്റെ ബാൻഡിൽ എഴുതി വെച്ചിട്ടുള്ളത് CPIM പുതുശ്ശേരി ഏരിയ ബാൻഡ് പാലക്കാട് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഏത് കരോൾ സംഘത്തിലാണ്? പാർട്ടി ചിഹ്നവും പാർട്ടിയുടെ പേരൊക്കെ എഴുതിയിട്ട് മുന്നോട്ട് ഒരു പള്ളി, ഒരു കരോൾ സംഘം, ഒരു മതവിശ്വാസം എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ ചിഹ്നങ്ങളും പാർട്ടി പേരുമൊക്കെ എഴുതിയിട്ട് മുന്നോട്ട് പോവുക? ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇത് വ്യക്തമായിട്ടൊരു പ്രശ്നമുണ്ടാക്കാൻ ഇടത് അതേപോലെ തന്നെ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇതിലിനി പരാതി കൊടുത്തത് എങ്ങനെയാണ്, അതേപോലെ തന്നെ അറസ്റ്റ് നടന്നത് എങ്ങനെയാണ് എന്നുള്ളത് CPM-കാരൻ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത് കുട്ടികളൊക്കെ ആയിരുന്നു ഈ സംഘത്തിലുള്ളത്. പക്ഷെ ഇത് നോക്കി നിന്ന ആള് പറഞ്ഞതിനനുസരിച്ചാണ് ആക്രമികളെ അറസ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. ആരാ അറസ്റ്റ് ചെയ്യുന്നത്? കേരള പോലീസ്. ആരുടെ പോലീസ്? പിണറായിയുടെ പോലീസ്. ആരുടെ ബാൻഡ്? CPM-ന്റെ ബാൻഡ്. അപ്പോ ഇതെങ്ങനെയാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഒരു പാർട്ടിക്കാർക്കും കുട്ടിക്കളി കളിക്കാനോ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി നെറുകേട് ചെയ്യാനോ അല്ല കരോൾ സംഘം, കരോളി എന്നൊക്കെ പറയുന്നത്. അത് ഈ പാർട്ടിക്കാർ തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കണോ. എങ്ങനെയാ പാർട്ടിക്കാർ അവരുടെ പേരും കുത്തിവെച്ചിട്ട് ഒരു ബാൻഡ്, ഒരു കരോൾ സംഘത്തേക്ക് നയിക്കുന്നത്? ഇത് കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് നമ്മുടെ കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടി വളരുന്നതിന്റെ കടക്കൽ കത്തിവെക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ട് ചെയ്തിട്ടുള്ള നെറികേടാണ്. ഇതിന്റെ പിന്നിലുള്ള ആളുകൾ എന്ന് പറയുന്നത് CPM-ഉം കോൺഗ്രസും. കോൺഗ്രസിന് വെറുതെ പറയല്ല. കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഇന്ന് ഔദ്യോഗികമായി കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ
അദ്ദേഹം ഇന്ന് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, തൊട്ട് അയല രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന നരഹത്യയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്ത കെ സി വേണുഗോപാലാണ് ഇത്തരത്തിലുള്ള പ്രചരണവുമായി നടക്കുന്നതെന്നുള്ളത് അങ്ങേറ്റം അപലപനീയമാണ്. അതുമാത്രമല്ല, ഈ വ്യാജ പ്രചരണങ്ങളിലൂടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുക എന്നുള്ള വലിയ ഉദ്ദേശം കൂടി കോൺഗ്രസിനുണ്ട്. ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഈ നരഹത്യക്ക് പിന്നിൽ ഉള്ള ശക്തികൾ ഏതൊക്കെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉള്ള അക്രമങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതേ ജമാഅത്തെ ഇസ്ലാമിയെ സ്വന്തം ആക്കിയിട്ടുള്ള കോൺഗ്രസ്സിന് ഈ പ്രചരണങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യുമെന്നുള്ള വലിയ കാഴ്ചപ്പാടിലായിരിക്കാം ഇന്ന് 2 ദിവസമായി ഭയങ്കരമായ സ്നേഹമാണ്. ആദ്യം കേരളത്തിലാണ് ഇത് ഏറ്റവും വലിയ പ്രചരണം നടക്കുന്നത്. കേരളത്തിൽ നടന്നിട്ടുള്ള ക്രൈസ്തവ ആക്രമണങ്ങളെക്കുറിച്ച്, അല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഒരക്ഷരം ഇവരാരും മിണ്ടി ഞങ്ങളാരും കണ്ടിട്ടില്ല. ഏറ്റവും ദുഃഖകരമായ സത്യം, നമ്മുടെ പള്ളുരുത്തി സെയിൻറ്റ് റീത്ത സ്കൂളിൽ, ആ സ്കൂളിന് നേരെ STP ആക്രമണം ഉണ്ടായപ്പോൾ മലയാളി കൂടിയായ AICC ജനറൽ സെക്രട്ടറി ഒരക്ഷരം ആ വിഷയത്തിൽ മിണ്ടി നമ്മളാരും കണ്ടില്ല. ഇന്നും ഈ നിമിഷവും കളമശ്ശേരിയിലെ കന്യാസ്ത്രീ മഠത്തിന് മുമ്പിൽ അതിക്രമിച്ച് കയറി അവരുടെ വഴിയും കുടിവെള്ളവും തടസ്സപ്പെടുത്തി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനെതിരെ ഇവരാരും മിണ്ടുന്ന കണ്ടില്ല. ഇവിടെ മുനമ്പത്ത് അത്രയും വലിയ വിഷയം, ക്രൈസ്തവർക്ക് ഏറ്റവും അധികം നേരിട്ടൊരു വിഷയമുണ്ടായിട്ട് അവിടെ ആരെയും ഇന്ന് വരെയും പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടില്ല. അതുപോലെ നമുക്കറിയാം, ക്രൈസ്തവർ ഇന്ത്യയിൽ ന്യൂനപക്ഷം, ഞാനൊരു ന്യൂനപക്ഷക്കാരനായ ക്രൈസ്തവനായ വ്യക്തിയാണ്. 2.5% പോലും ക്രൈസ്തവർ ഇന്ത്യയിലില്ല. പക്ഷേ 50%-ലധികം ക്രൈസ്തവരുള്ള നൈജീരിയയിലും സുഡാനിലും വലിയ രീതിയിലുള്ള നരഹത്യ നടക്കുമ്പോൾ അതിൽ എത്രയോ സുരക്ഷിതരായി ഇന്ത്യ മഹാരാജ്യത്ത് ക്രൈസ്തവർ ജീവിക്കുന്നു എന്ന് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? അതായത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നും ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ക്രൂരതകൾക്കെതിരെ ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. അത് മിണ്ടാത്തതിന്റെ കാരണം ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മുടെ കേരളത്തിൽ കൂട്ടുപിടിച്ചിട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ട് നടക്കുന്നവനാ ഈ KC വേണുഗോപാൽ എന്ന് പറയുന്നത്. ഈ KC വേണുഗോപാൽ മുതലുള്ള ആളുകളുടെ കുതന്ത്രങ്ങൾ മാത്ര ഇവിടെ ഇങ്ങനെ പ്രശ്നം നടക്കുന്നു എന്ന് നിരന്തരം വിളിച്ചു പറയുന്നത്. ശരിയാണ്, 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാലും അതിനെതിരെ ശക്തമായ നടപടികൾ നമ്മുടെ രാജ്യത്ത് എടുക്കുന്നുണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറിയണം. പാലക്കാടൊക്കെ നടന്നിട്ടുള്ളത് ഇടത് കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ, സുഡാപ്പി കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടുള്ള കുതന്ത്രമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഒരു കരോൾ സംഘത്തിന്റെ ബാൻഡിലും CPM എന്നൊക്കെ എഴുതി പാർട്ടിയുടെ പേരൊക്കെ എഴുതുമ്പോ അതുമായി ബന്ധപ്പെട്ടതിൽ മറ്റു പാർട്ടിക്കാരില്ലേ, മറ്റാളുകൾക്ക് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പാർട്ടിയുടെ പേരൊക്കെ ആയിട്ട് കാണുമ്പോൾ അതിലൊരു പ്രശ്നല്ലേ? അതേസമയം കരോൾ സംഘം എന്ന് പറയുമ്പോൾ എത്ര സുന്ദരമാണ്. ഇത് പാർട്ടി ലേബൽ പോലും വെച്ചുകൊണ്ട് ഇവരൊരു കുതന്ത്രത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ്. അതിലൊന്നും ഇവിടെയുള്ള ഒരു ക്രിസ്ത്യൻ മതവിശ്വാസികളും വീണ് പോവരുത്. ഈ ചെറുകിട പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി നിങ്ങളെയൊക്കെ വലിയ കുഴികളിലേക്ക് ഇടാനാണ് ഇവിടെ ഈ പറയുന്ന സുഡാപ്പി നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിൽ പോലും ക്രിസ്മസ് നടത്താൻ വളരെ വലിയ രീതിയിൽ റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രോഗ്രാമുകൾ. അതേസമയം ഭാരതത്തില്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ക്രിസ്ത്യാനികള് ലോകത്ത് മറ്റേത് രാജ്യത്തിനേക്കാൾ സുരക്ഷയിലും സമാധാനത്തിലും സൗകര്യങ്ങളിലും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാ. ഇവിടെ കോൺഗ്രസ് ഒക്കെ അധികാരത്തിൽ വരികയാണെങ്കിൽ അവരെ നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമിയ. ആ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ എന്ത് നടത്തുന്നു? ജിഹാദികൾ യൂറോപ്പ് മുഴുവൻ എന്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസവും ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ പോലും ആളുകൾ തിട്ടൂരമിറക്കുന്നുണ്ട്. ഇത്തരം ആളുകളാണ് നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇവരെയൊക്കെ നിയന്ത്രിക്കുക. ഇത്തരം ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആയിരിക്കും പിറകിൽ നിന്ന് നിയന്ത്രിക്കുക. ഇതൊക്കെ തന്നെ സകല ക്രിസ്ത്യൻ മതവിശ്വാസികളും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ മനസ്സിലാക്കി. ഇതൊക്കെ ഭാരതീയ ജനതാ പാർട്ടി വളരുന്നതിൽ കടക്കൽ കത്തിവെക്കാൻ ഇവർ കുതന്ത്രമായിട്ട് സുഡാപ്പികൾ, ഇടതുപക്ഷം, കോൺഗ്രസ് കൂട്ടുമുന്നണിയുടെ ഭാഗമായിട്ട് ഇവർ ചെയ്യുന്ന കുതന്ത്രങ്ങളാണ് എന്നുള്ളത് സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയുക.